ഞാൻ പിന്നെ കേട്ടത് ദിബിൻ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആണെന്നും കൂടെ കേട്ടായിരുന്നു. ആണോ? നിങ്ങള് സെറ്റില് ഒക്കെ മിമിക്രി ഒക്കെ ചെയ്യാറ്? ഞങ്ങളുടെ സെറ്റിൽ വേറെ ഗുണമെന്നറിയാമോ? കൂടെ നിക്കണ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. സുബേർക്ക പിന്നെ വേറെ ഒരാളെ കൂടി പിന്നെ എല്ലാരും ക്യാമറമാനൊക്കെ സപ്പോർട്ടാണ്. അപ്പോൾ മിമിക്രി സെറ്റിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ നമ്മുടെ സെറ്റിലുള്ള ടീമുകളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇമിറ്റേറ്റ് ചെയ്യുക. അതാണ് ഞങ്ങളുടെ പരിപാടി. ഏത് അതെ അതെ മേഘനാഥന്റെ പ്രേതങ്ങളുടെ കൂട്ടം നല്ല പടമാണ്, നല്ല മൂവിയാണ്. നല്ല സുധീർ സാലി എന്നുള്ള പുതിയ ഡയറക്ടറാണ്. നല്ല ഗംഭീര പടമാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക, വിജയിപ്പിക്കുക. അതെ, മേഘനാഥൻ വിചാരിച്ചോണ്ടിരിക്കണ കാരണം ആള് മാറുമ്പോ എന്നാലും സൗണ്ട് കറക്റ്റ് നമുക്ക് മനസ്സിലായല്ലോ ആരാ ചെയ്തത്. ശരി, അപ്പൊ ഞാൻ ഒന്ന് ടാസ്ക് തരാം. അപ്പൊ നിങ്ങളുടെ കൂടെ ഉള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യുന്നല്ലേ പറഞ്ഞു. അപ്പൊ ഞങ്ങക്ക് വേണ്ടിട്ട് ഇവരിൽ ആരെങ്കിലും ഒരാളെ എളുപ്പമുള്ള ആരെന്ന് വെച്ചെടുത്ത അല്ല, നമുക്ക് ഇവിടെ ഉള്ള ആരെങ്കിലും ചെയ്താൽ മതി. അപ്പോഴല്ലേ ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ. അതില് പക്ഷെ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റിയ സാധനം ഏതായിരുന്നു? അഭിരാമിനെ പറ്റോ? അഭിരാമി ഇപ്പൊ ഇങ്ങനെ ഇരുന്നാ മതിയല്ലോ. ഇല്ല, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. കറക്റ്റായി ചെയ്യും സുബർഗന്. അതെ, പുള്ളി പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഇതില് ഈ ടീമിലില്ല. അതാണ്. അതെ ജയനെടുക്കാം. വെറുതല്ല അവൻ മുങ്ങാണ്. അല്ല, നമ്മളവിടെ ഇങ്ങനെ നടക്കണ്ടാവും ഈ മഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. അപ്പൊ വല്ല പാറപ്പുറത്ത് ഇവൻ എവിടെ ഇരിക്കണെന്ന് അറിയില്ല. വല്ല പാറപ്പുറത്തോ അല്ലെങ്കിൽ ഇതിന്റെ മേലൊക്കെ കുറച്ച് ടീമുകളും ഉണ്ടാവും. പിന്നെ മഞ്ഞപ്പാന്ന് വിളിക്കുക. അപ്പൊ ഇത് എവിടുന്നെങ്കിലും നമ്മൾ ഈ തിരക്ക് പിടിച്ച് ഓടുമ്പോഴൊക്കെ ആവുമ്പോ മഞ്ഞപ്പ എന്താണ് ചാടിക്ക എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരിക്കുക. അപ്പൊ അങ്ങനെയൊക്കെ കുറെ കോമഡികളുണ്ട്. ഇതാണ് എൻ്റെ ഒരു സാധനം. പിന്നെ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും അതാണ് നമ്മള് ലൗഡ് സ്പീക്കറാണ്. ഇവനാണ്ട് നല്ല സൗണ്ടാണ് ആ സാധനം. എല്ലാരും ജി കൂട്ടി വിളിക്കാം. ആ ജീവിളി കേട്ടാ ഗുഡ് മോർണിംഗ് ആയി. അത് രാവിലെ തന്നെ ജി ആ സാധനം രാവിലെ ആയി. ഗുഡ് മോർണിംഗ് എല്ലാം സെറ്റ്. അപ്പൊ അങ്ങനെയാണ്. പിന്നെ ഇന്ദ്രൻ സാറിന്റെ 5-ാം പാതിര എന്നുള്ള സിനിമയിൽ മനഃശാസ്ത്രത്തിൽ ഇത്ര പഠിപ്പ് വിവരമുള്ള സാറിനെ ഞാൻ തിരുത്താണെന്ന് കരുതരുത്. എല്ലാവരും റിപ്രെന്നും ക്രൂരനെന്നൊക്കെ വിളിക്കുന്ന എനിക്ക് മാനസിക പ്രശ്നങ്ങളല്ല, ലഹരിയ. അതിന് ഇംഗ്ലീഷിലെന്തോന്നു എക്സസീവ്. ചുറ്റിക കൊണ്ട് തലക്കടിക്കുമ്പോൾ തലയോട്ടി പിളരുന്നൊരൊച്ചയുണ്ട്. അതിൻ്റെ കൂടെ നാട്ടുകാരുടെ നിലവിളിയും കൂടിയാവുമ്പോൾ വേട്ട അവസാനിപ്പിച്ചു ഇരകളെ വിശ്വസിപ്പിക്കുന്ന വേട്ടക്കാരനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. അതുപോലെ മേഘനാഥൻ ചേട്ടൻ്റെ ആക്ഷൻ ഇറബിജു 2 ആക്ഷൻ ഇറബിജു 2 അല്ല, ഞാൻ ഇപ്പൊ പറഞ്ഞു 2 കാണാൻ പോണെന്നുള്ളു. ആരാ ഇന്നെവിടെ? രാജേന്ദ്രൻ കൂലിപ്പണിയ സാറേ. ഇവള് വീട്ടുപാലിക്ക് പോയെന്നോ? സാറിന് ആള് മാറിയതാ. ഞാൻ ജീവനോടുള്ളപ്പോ അതിന്റെ ആവശ്യമില്ല. എപ്പോഴാടി ഞാനറിയാതെ നീ വീട്ടു ജോലിക്ക് പോയി? കുടുംബശ്രീ എന്ന് പറഞ്ഞിട്ടോ? ആരോട് ചോദിച്ചിട്ടാടി? കാര്യം 4-5 മാസമായി സാറേ ഞാൻ ജോലിക്കൊക്കെ പോയിട്ട്. കാലും ഒരു സ്ലാബ് വീണേ, പിന്നെ ഒരു നെഞ്ചുവേൻ എന്ന് വെച്ച് കുടുംബം പോറ്റ മോഷ്ടിക്കൊന്നും വേണ്ട സാറേ. ഇന്നെനിക്കൊരു സംശയം. പിന്നെ ഒരു സാധനം കൂടി ബാക്കി. പിള്ളേരാ സാറേ, ഈ സ്റ്റുഡൻറ് പോലീസൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക അല്ലേ? അപ്പൊ രണ്ടും ഒക്കെ ആയില്ലേ? അപ്പൊ അങ്ങനെയാണ് മിമിക്രി എന്നുള്ള ഒരു ഇത്. അങ്ങനെ പോണ്. അടിപൊളിയാണ്.